ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സഞ്ജന എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സഞ്ജന. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. വീട്ടുകാർ നിർബന്ധിച്ചും ആലോചിച്ചുറപ്പിച്ചും നടത്തിയ കല്യാണമാണ്. എനിക്കിതിൽ യാതൊരു താല്പര്യമില്ലായിരുന്നു. കാരണം മാഡം, ഞാൻ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയത്. പക്ഷേ അന്നവൻ +2 പഠിക്കുകയാണ്. എനിക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി ഒരു കനാൽ പോകുന്നുണ്ട്. അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 കടവുകളുണ്ട്. അതിൽ കുളിക്കാനും നനയ്ക്കാനും ആളുകൾ ഇഷ്ടം പോലെ വരും. മുകളിൽ എൻ്റെ മുറിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും അവരെയൊക്കെ കാണുകയും ചെയ്യാം. മിക്കവാറും വൈകുന്നേരങ്ങളിൽ പണി കഴിഞ്ഞും മറ്റും ആണുങ്ങൾ വന്ന് കുളിക്കും. പിന്നെ അല്ലാതെയും വരാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഡം ഒരു ദിവസം മാത്രം ഞാൻ പ്രത്യേകതയുള്ളൊരു പയ്യനെ കാണുന്നത്. കാര്യം, അവനൊരു തോർത്തുമുണ്ട് മാത്രം കൊടുത്ത് അവിടെ കുളിക്കുകയാണ്. അവൻ്റെ മുഖസൗന്ദര്യവും ദേഹസൗന്ദര്യവും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും ഗ്ലാമറുള്ള പയ്യന്മാർ ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ സംശയിച്ചു പോയി. ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 25 വയസ്സൊക്കെ തോന്നും. എന്നേക്കാൾ 1-2 വയസ്സിന് മൂത്തായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഓരോ ദിവസവും പിന്നീട് അവൻ വരുന്നത് കണ്ട് ഞാൻ മുകളിലിരുന്ന് മോഹിച്ചു. അവനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ലാത്ത നിലയിലായി. ഞാൻ മുകളിൽ നിന്ന് നോക്കുന്നത് അവനറിയില്ലല്ലോ. അവൻ എവിടെ നിന്ന് വന്നതാണെന്നും ഏത് വീട്ടിലാണെന്നും എനിക്കറിയുകയില്ല. എന്തായാലും ചുറ്റുവട്ടത്തുള്ളതാണ്. അങ്ങനെ മിക്കവാറും അവൻ കുളിക്കുമ്പോൾ ഞാൻ ആ സൈഡിൽ കൂടി വെറുതെ നടന്നു പോകാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ നോക്കി ചിരിച്ചു. അവനും എന്തോ ഒന്ന് മണത്തു. ഞാനും ഒന്ന് ചൂണ്ടയിട്ടു. അവനതിൽ കൊത്തുകയും ചെയ്തു. പിന്നീട് നമ്പരൊക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു തുടങ്ങിയപ്പോഴാണ് അവൻ +2 പഠിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. അതോടുകൂടി അവൻ പറഞ്ഞു, നിങ്ങളെൻ്റെ ചേച്ചിയാണ്, പ്രണയിച്ചാൽ ശരിയാകില്ലെന്നും. എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, വെറും 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഞാൻ ചേച്ചിയൊന്നുമല്ല. കാഴ്ചയിൽ എൻ്റെ ഭർത്താവാകാനുള്ള എല്ലാ യോഗ്യതയും വളർച്ചയും നിനക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. എന്നാലും അവന് പേടിയായിരുന്നു. അങ്ങനെ ഏകദേശം 1-2 വർഷത്തോളം വിളിയും പറച്ചിലും മാത്രമേ ഉള്ളൂ. പിന്നിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും സന്ധ്യ ആകുമ്പോഴൊന്ന് കാണും. കനാലിൻ്റെ സൈഡിൽ തന്നെയാണ്. എന്നിട്ട് ചിലപ്പോഴൊന്ന് കെട്ടിപ്പിടിച്ചാലായി, ഉമ്മ വെച്ചാലായി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് നീ ഇങ്ങോട്ട് വരണം. അവർ അവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന കൂട്ടരാണ്. നിൻ്റെ വീട്ടിൽ ആരുമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും റിസ്ക് എടുത്ത് ഞാൻ പകൽ വരാമെന്നൊക്കെ പറയും. അവന് പക്ഷേ ഭയങ്കര പേടിയാണ്. ഒരു കൊച്ചു പയ്യൻ്റെ മെൻറ്റാലിറ്റിയാണ്. കണ്ടാൽ വലിയ പയ്യനാണെങ്കിലും. എങ്കിലും ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവനോട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ ഇരുന്നാൽ പോരാ, നീ ഡിഗ്രിക്കായി, അതുകൊണ്ട് ഇപ്പോൾ മുതിർന്ന ആണായി. ഇനിയിപ്പോൾ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ നീ വിളിച്ചാൽ വരണമെന്ന് പറഞ്ഞു. അവനതിന് എസ് പറയുകയും ചെയ്തു. അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്തൊരു ദിവസം ഞാൻ അവനെ വീട്ടിൽ വിളിച്ചു വരുത്തി. ചെക്കൻ പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ അന്ന് പേടിയൊന്നുമില്ലായിരുന്നു മാഡം. കാരണം ഞാൻ കണ്ട് മോഹിച്ചവനല്ലേ. എത്ര നാളായിട്ട് കാത്തിരിക്കുന്ന അവസരമാണ്. ഞാൻ അവരോട് പറഞ്ഞു, ആണുങ്ങളൊന്നും ഇങ്ങനെയല്ല. പെണ്ണിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അവർ ഇത്രയും വിറയ്ക്കരുത്. വിറയ്ക്കുന്നവൻ ആണല്ല, അടിച്ചു പൊളിക്കുന്നവനാണ് ആണ്. ആണിനെപ്പോഴും അടിച്ചു പൊളിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണം എന്ന് പറഞ്ഞു. പിന്നീടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. മോനെ, അടിപൊളിയായിട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിൽ അവനെ ഞാൻ എൻ്റെ വശത്തിൽ ആക്കിയെടുക്കുകയായിരുന്നു. അവനെക്കൊണ്ട് ഞാൻ ശരിക്കും എൻ്റെ പ്രാപ്തികൾ നേടിയെടുത്തവളാണ്. അങ്ങനെ ഒരു 5-6 വട്ടം എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നന്നായി നേടിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അവനോട് എനിക്ക് അഗാധമായ പ്രണയമായിരുന്നു. അവനെ എൻ്റെ ഭർത്താവായി ഞാൻ കണ്ടുപോയി. ചെക്കനാണെങ്കിൽ എൻ്റെ അടിമ പോലെയാണ്. പ്രായവ്യത്യാസമൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. ചില സമയത്ത് ഞാൻ എടാന്ന് വിളിക്കെങ്കിലും ചില സമയത്ത് ഞാൻ അവനെ എൻ്റെ ചേട്ടാ എന്ന് ഉറക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിക്കുന്നത് അവനും ഇഷ്ടമാണ്. പക്ഷേ മാഡം, എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അത് എന്നെ ചതിച്ചു. കാരണം ഒരു ദിവസം ഞാനും അവനും കൂടി അക്കുത്തിക്കുത്താന വരമ്പത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മ ഞങ്ങൾ 2 പേരെയും കൂടെ കൈയോട് പിടിച്ചത്. എൻ്റെ അമ്മയ്ക്കതൊരു ഷോക്കായിരുന്നു. അതിനേക്കാൾ കൂടുതൽ എനിക്കും. ഞാൻ ശരിക്കും അവർ വരില്ലെന്ന് വിചാരിച്ചിട്ട് അടുക്കളക്കഥകൊന്നും അടയ്ക്കാൻ മറന്നു പോയതാണ് മാഡം. എന്തായാലും അന്നമ്മ എന്നെ പൊതിരെ തല്ലി. ചെക്കനും കിട്ടി 2-3. അമ്മ അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവൻ പേടിച്ച് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അതോടുകൂടി അമ്മയും ഞാനും ശത്രുക്കളായി. അമ്മ അച്ഛനോടും മറ്റു ബന്ധുക്കളോടും എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഒറ്റക്കാലിൽ നിന്നു. അവനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂന്ന്. അപ്പോൾ അവർക്ക് ജാതിയും മതവും ഒക്കെ പ്രശ്നമാണ്. ഒരു കണക്കിന് അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും എൻ്റെ വാശിയോട് വിലപ്പോയില്ല. എൻ്റെ ബന്ധുക്കളുമെല്ലാം ചേർന്ന് ആ ചെക്കൻ്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. അവസാനം അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. അവൻ എവിടെ പോയെന്നോ എങ്ങനെ പോയെന്നോ എനിക്കറിയില്ല. പിന്നീട് എപ്പോഴും വീട്ടിൽ ആളുകളുണ്ടാകും. ഒരിക്കൽ
പോലും തനിച്ചിരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയില്ല മാഡം. ഞാൻ അവന് വേണ്ടി കാത്തിരുന്നു. പിന്നീട് വന്ന കല്യാണാലോചനകളൊക്കെ ഞാൻ തട്ടിയെറിഞ്ഞു. ചില ചെക്കന്മാരുടെയൊക്കെ എനിക്ക് കാമുകനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരുന്നു. അവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എൻ്റെ ജീവിതം വെറുതെ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് സമ്മതിച്ചേ മതിയാകൂ എന്നൊരു സന്ദർഭം വന്നപ്പോഴാണ് ഞാൻ സമ്മതിച്ചത്. വന്നതിൽ ഏറ്റവും സുന്ദരനായ ഒരാൾ തന്നെയായിരുന്നു എൻ്റെ ഭർത്താവ്. പക്ഷേ എനിക്കുള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കൊച്ചു പയ്യനോടാണ് ഇഷ്ടം. പക്ഷേ ഇങ്ങനോട് ഇഷ്ടക്കേട് തോന്നത്തക്ക വലിയ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും മനസ്സിൽ മറ്റൊരു പുരുഷൻ ഉള്ളപ്പോൾ, മറ്റൊരു പുരുഷനെ ആത്യന്തികമായി അറിഞ്ഞ സ്ത്രീക്ക് പുതിയൊരു പുരുഷനെ ഒട്ടും ഇഷ്ടപ്പെടാൻ പെട്ടെന്ന് പറ്റില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അവിടെ അഭിനയിക്കേണ്ട ഒരു ഗതികേടാണ് എനിക്ക്. കാണാനൊക്കെ സുന്ദരനാണ്, ആണത്വം ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നന്നായി നടന്ന് ഞാൻ പിന്നീട് അയാൾക്ക് വശമതയാകുമെന്നും സ്നേഹം മുട്ടിടുമെന്നൊക്കെ ഞാനും പ്രതീക്ഷിച്ചു. പക്ഷേ മാഡം പലപ്പോഴും അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയില്ലേ, അത് കറക്റ്റായിരുന്നു. ഞാവൽക്കുരു പോലും ഇതിനും മെച്ചം എന്നുള്ള സ്ഥിതിയിലായിരുന്നു. എനിക്ക് യാതൊരു വിധത്തിലും ഒരു രീതിയിലും അയാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവനില്ലേ എൻ്റെ ചെക്കൻ, അവൻ എന്ത് സുന്ദരനായിരുന്നു. അതുമാത്രമല്ല ഞാനാണ് അവനെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുത്തനാണ്. അതിന് പകരം അങ്ങും ഇങ്ങും എത്താത്ത ഇങ്ങേര് വന്നിരിക്കുകയാണ്. എന്തിന്? എന്നാലും ഞാൻ ഭാഗ്യവതിയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലെങ്കിലും 5-10 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിസമാപ്തി ഉണ്ടാകും. അയാൾ അപ്പുറത്തേക്ക് മാറി കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയും ചെയ്യും. അത് നല്ല കാര്യമാണ്. പണത്തിനൊന്നും പ്രശ്നമില്ല. പിന്നെ 2 ആഴ്ച കൂടിയിരിക്കുമ്പോഴേ 2-3 ദിവസം വരികയുള്ളൂ. ഒരു കണക്കിന് നോക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ വിചാരിച്ചു. അമ്മായിമ്മയും അമ്മായിച്ചനും 2 പേരും ചെറുപ്പക്കാരാണ്, 2 പേരും ആക്റ്റീവുമാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞതിൽ പിന്നെയാണ് അമ്മായിമ്മ പറഞ്ഞത്, മോളെ ചില സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് മാറുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അച്ഛനില്ലേ എപ്പോഴും അങ്ങ് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഒന്നിനും പോകാതിരിക്കുകയാണ്. മോളിനി വീട്ടിലുണ്ടല്ലോ, മോൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, അച്ഛൻ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇരുന്നോളും. മോളെ എനിക്ക് എവിടെയെങ്കിലും പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ അമ്മേ, അമ്മ പൊയ്ക്കോളൂ, അമ്മ ഇഷ്ടമുള്ള കാര്യങ്ങൾ തേടിക്കോളൂ. 1-2 വർഷം കഴിയുമ്പോഴേക്കും എനിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കുട്ടിയുണ്ടായി 1-2 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മ കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരിക്കില്ലേ മോളെ എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ സ്വാതന്ത്ര്യപ്പിച്ചു. അവരങ്ങനെ ആക്റ്റീവാകാൻ തുടങ്ങി സാമുദായിക സംഘടനകളിലും മറ്റും. അച്ഛനാണെങ്കിൽ അവിടുന്ന് എങ്ങും പോകുന്ന ഇഷ്ടമല്ല, വീട്ടിൽ തന്നെ ചുറ്റിപ്പറ്റിയിരിക്കും. ചെറിയ ചില കൃഷിയും മറ്റുമുണ്ട്. അതാണ് പുള്ളിയുടെ സ്വഭാവം. മിക്കവാറും അവിടെ കാണും. ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും വെള്ളവും ഒക്കെ വേണം. ആഹാരം നന്നായിട്ട് കഴിക്കും. നല്ല ബലിഷ്ഠമായ ബോഡിയാണ് അദ്ദേഹത്തിൻ്റേത്. എൻ്റെ ഭർത്താവിനെ പോലെ ചത്തേ ചതഞ്ഞ് എന്നുള്ള രീതിയിലുള്ള ആളൊന്നുമല്ല. ഭയങ്കര തമാശക്കാരനാണ്, ആക്റ്റീവാണ്. പക്ഷേ തള്ളയങ്ങ് പുറത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞാനും അങ്ങനെ ഉള്ളപ്പോൾ പുള്ളിക്ക് ഇത്തിരി കൊഞ്ചലും കുഴച്ചിലും കൂടുതലാണോ എന്ന് എനിക്ക് സംശയം തോന്നി. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വരും. മോളെ ഞാൻ മുരിങ്ങക്കോല് അരിഞ്ഞരിഞ്ഞ് തഴട്ടെ, മുരിങ്ങിക്ക ചില കാര്യങ്ങൾക്ക് നല്ലതാ മോളെ എന്ന് പറയും. കിളവിൻ്റെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. പക്ഷെ കിളവെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും മാഡം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തല വെക്കുന്നത് തൊട്ട് ശരിയല്ലോ. ഞാൻ പറയും അച്ഛനപ്പുറത്ത് പോയിരിക്കുക, പെണ്ണുങ്ങളെപ്പോലെ എന്തിനാണ് ഇവിടെ വന്ന് എന്നെ സഹായിക്കുന്നതെന്ന്. അപ്പം അച്ഛൻ പറയും അതിനെന്താ, ആണിനും പെണ്ണിനും തുല്യ ഇക്വാലിറ്റിയാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം മോളെ എന്ന് പറയും. ഞാൻ പറയും അങ്ങനെ അച്ഛൻ എന്ത് വേണമെങ്കിലും ഒന്നും ചെയ്യണ്ട എന്ന്. പുള്ളി അർത്ഥം വെച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം മുഴുത്തൊരു വഴുതനങ്ങ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആശ്ചര്യപ്പെട്ടു. ഷൂ ഇത്രയും വലിയ വഴുതനങ്ങ ഉണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ പറയുകയാണ്, ഇത് എൻ്റെ വഴുതനങ്ങയാണ്, മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. ഞാൻ അയാളെ തുറച്ചു നോക്കി. പുള്ളിക്കാരൻ ഒന്ന് ചമ്മി. മോളെ നമ്മുടെ സ്ഥലത്തുണ്ടായതാണ്, ഞാൻ ദേ ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഉണ്ടാക്കിയതാണ്. നല്ല മുഴുത്ത വഴുതനങ്ങയല്ലേ, മോൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്തൊരു തിളക്കമാ, എന്തൊരു നീളമാ എന്നൊക്കെ പുള്ളി അർത്ഥം വെച്ച് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് പോകാൻ ഉദ്ദേശമുള്ള ആളല്ല, എന്തൊക്കെയോ തിട്ടം പോട്ട് വന്ന ആളാണ്. പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമായിരുന്നു. കാരണം അങ്ങനെ അധ്വാനിക്കുന്നൊരു മനുഷ്യനാണ്. എവിടെയും അധ്വാനിക്കാൻ അങ്ങേർക്ക് സമയം കാണും, ടൈം കൂടുതലായിരിക്കും, ഇഷ്ടം കാണും. മണ്ണിൽ ആഴ്ന്നിറങ്ങി കൃഷിവേല ചെയ്യുന്നൊരു കൃഷിവലനാണ്.
അയാളുടെ സ്റ്റാമിന നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. എൻ്റെ ഭർത്താവ് മണ്ണുണ്ണി മണ്ണിര. പക്ഷേ ഇപ്പോഴേക്കും എൻ്റെ ഹരിതഗേഹ ഗൃഹം തുറക്കാറായിട്ടില്ല. ഞാൻ തുറക്കും, വിള ഞാൻ കൊയ്യും എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതി വെച്ചിരുന്നു. എവിടെയും എൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ തിരക്ക് കൂട്ടാതെ പ്ലാനിടുന്ന ഒരു പ്രത്യേകതരം സ്വഭാവക്കാരിയാണല്ലോ ഞാൻ. അതിലെന്നെ വെല്ലാൻ ആരുമില്ലെന്ന് എനിക്കറിയാം. പയ്യെ തിന്നാലല്ലേ തെങ്ങോ പനയോ അതൊക്കെ തിന്നാൻ പറ്റൂ മാഡം. അങ്ങനെ അങ്ങേരുടെ കുസൃതികളൊക്കെ ഞാൻ ദേഷ്യത്തോടുകൂടി കാണുകയും ഉള്ളിൽ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അമ്മായിപ്പനോട് പറഞ്ഞു, എടി നിന്റെ കൊച്ചനെ ഞാൻ കണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളൊന്നും തമ്മിൽ അത്ര നല്ല ടീംസിലല്ല. എൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്താണ് സ്വത്തിൻ്റെ എന്തോ കാര്യം പറഞ്ഞ് അച്ഛനും അമ്മയും എല്ലാം കൂടെ തെറിവിലുണ്ടായി. പുള്ളി എന്നോട് മിണ്ടിയില്ല, കല്യാണത്തിന് വന്നിട്ടില്ല. പക്ഷേ അതിനു മുമ്പുള്ള മാസം വരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണം വന്നപ്പോഴാണ് സ്വത്തിൻ്റെ പേര് പറഞ്ഞ് പിണങ്ങിയത്. പുള്ളിയെ പിണക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കൂടെ മല്ലിട്ട് കഴിഞ്ഞപ്പോൾ ഞാനും മിണ്ടാതായതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ അങ്ങേരെ കണ്ടതുകൊണ്ട് എന്തായാലും ഗുണമുണ്ടായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണെന്ന്. നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ അയാൾ പറഞ്ഞെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം പണ്ട് കനാലിൽ വെച്ച് കണ്ട ചെക്കനും ഞാനും തമ്മിലുള്ള ബന്ധം അമ്മ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞുള്ള ബഹളങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ പുള്ളിക്കാരൻ അറിയാവുന്നതാണ്. അന്ന് ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ്. പിണങ്ങി കഴിഞ്ഞപ്പോഴേക്കും അങ്ങർ പിന്നെ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. അതാണ് അമ്മായിച്ചനോട് തുറന്നു പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങും ഇങ്ങും എത്താത്ത രീതിയിൽ ഒന്നും അറിയാതെ ചോദിച്ചു എന്താണെന്ന്. അമ്മായിപ്പൻ പെട്ടെന്ന് അടുത്തേക്ക് വന്ന് എന്നെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പം കിടന്ന് ബഹളമുണ്ടാക്കില്ലെന്ന് എനിക്കറിയാം. കാര്യം നിൻ്റെ യഥാർത്ഥ സ്വഭാവം കഥകളും എനിക്കറിയാമല്ലോ മോളെ. ഞാൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ വിടുന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, വിടാൻ വേണ്ടിയിട്ടല്ല നിൻ്റെ പുറകെ ഞാൻ നടന്നത്. നിന്നെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു നോട്ടമുണ്ടായിരുന്നു. എൻ്റെ മകനെപ്പോലെയുള്ള ഒരുത്തൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല നീയെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. നിന്നോടെടുക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ നീ എന്നെ അകറ്റി നിർത്തി. പക്ഷേ എനിക്ക് പിന്നെയും ഒരു കാര്യം മനസ്സിലായി. നിനക്ക് നിന്നേക്കാൾ പ്രായം കുറഞ്ഞ പിഞ്ച് ചെറുക്കന്മാരോടാണ് താല്പര്യം. അതല്ലേടി നീ കിളവനാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിട്ടേ, തോന്നിയ ദിവസം പറയരുത്. കല്യാണത്തിന് മുമ്പ് പല സ്ത്രീകൾക്കും പല പ്രണയങ്ങളും ഉണ്ടാകും. അതൊന്നും വിവാഹശേഷം പറയേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നെ പ്രണയം ഇത്തിരി ഇല്ലാത്തൊരു ചെക്കനെ നീ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വിളിച്ചു കയറ്റിയത് നിൻ്റെ പ്രണയമായിരുന്നോ? പ്രണയമൊന്നുമല്ല, നീ ഇത്തിരി ഡോസ് കൂടി ടൈപ്പാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ചില പ്രക്രിയകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചപ്പോൾ അമ്മായിപ്പൻ പറഞ്ഞു, നിന്നെ ഞാൻ കളിയാക്കിയതല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞത്. ഇതറിഞ്ഞത് ഭാഗ്യമായി. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിൻ്റെ പഴയ കാമുകൻ ഇപ്പം എവിടെയുണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ തട്ടി മാറ്റിട്ട് പറഞ്ഞു, എനിക്കറിയില്ല. അവൻ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. ഞാൻ അവനെ ഒത്തിരി തിരഞ്ഞിരുന്നു. അവനെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൻ എവിടെ പോയി? അവരുടെ വീട്ടുകാരെ പോയി. പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്. അച്ഛന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. വെറുതെ എൻ്റെ ജീവിതം കുളമാക്കലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, നീ എന്നെ വെറുപ്പിക്കരുത്. ഞാനും നിന്നെ വെറുപ്പിക്കില്ല. നമ്മൾക്ക് രണ്ടുപേർക്കും കൂടെ മുന്നോട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ അച്ഛന് വേണം. മോൾക്കും മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തിഷ്ടങ്ങൾ വേണമെങ്കിലും അച്ഛനോട് പറയാം. അച്ഛനതിന് സർവ്വതാ സന്നദ്ധനാണെന്ന് പറഞ്ഞു. നിൻ്റെ ഭർത്താവിൽ നിന്ന് മോൾക്ക് എന്താണോ കുറവ് അത് നികത്തുന്ന ഒരു നല്ല അച്ഛനായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ, അതുമാത്രമല്ല ഒരേ തൂവൽ പക്ഷികൾ, കിട്ടാത്ത കാര്യങ്ങൾ കിട്ടാനും കിണ്ണം കലക്കാനും പറ്റിയ ഒരാൾ. ഞാൻ പിന്നൊന്നും മിണ്ടിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് പറഞ്ഞു, പിന്നെ നിൻ്റെ പഴയ കാമുകനില്ലേ, അവൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞെന്ന്. അവനിപ്പോൾ ഞങ്ങളുടെ ഈ ടൗണിൽ ഒരു ജ്വല്ലറിയിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ജ്വല്ലറിയുടെ പേര് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഉള്ളതാണോ അച്ഛാ? കൊച്ചച്ഛൻ അങ്ങനെ പറഞ്ഞോന്ന്? ആ, അവൻ അങ്ങനെ പറഞ്ഞു. ആ ജ്വല്ലറി വെച്ചിട്ട് നിൻ്റെ കൊച്ചച്ഛൻ അവനെ കണ്ടിരുന്നു. അന്നേരമാണ് ഈ കാര്യങ്ങൾ ഓർത്തത്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പുള്ളി പറയാൻ കാരണം അവനെ കണ്ടതുകൊണ്ടാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിൽ വലിയൊരു തുള്ളാട്ടമുണ്ടായി, ഇളക്കവുമുണ്ടായി. അവനെ പോയി കാണണം, സ്വർണ്ണം എടുക്കാൻ പോകണം എന്നൊക്കെ തോന്നി. എൻ്റെ മനസ്സ് വായിച്ചതുപോലെ നീ ഇപ്പോൾ ആ ജ്വല്ലറി പോയി സ്വർണ്ണം നാളെ തന്നെ എടുക്കണമെന്ന് വിചാരിച്ച് കാണുമല്ലെന്ന് ചോദിച്ചു. എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്? എടി, എനിക്ക് നിൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം. നിൻ്റെ ഇളക്കം എനിക്ക് മനസ്സിലായി, എൻ്റെ ഇളക്കം നിനക്ക് മനസ്സിലായി. പക്ഷേ
നിനക്ക് ഞാൻ ചിലപ്പോൾ ചില ഫേവറുകൾ ചെയ്തു തന്നേക്കും. നിന്റെ പഴയ കാമുകനുമായിട്ട് സന്ധിക്കാൻ എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റും. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. ആരും ഒന്നും അറിയില്ല. വീണ്ടും അവന് ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് റീയൂണിയൻ പറ്റും. നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ അമ്മായിമ്മയില്ലേ 3-4 മാസത്തേക്ക് ഗൾഫിൽ പോവുകയാണ്. നിന്റെ നാത്തൂനില്ലേ അവളുടെ പ്രസവമാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ കാണുകയുള്ളൂ. ഈ സമയത്ത് നിനക്ക് മതിവരുവോളമുള്ള ചില സ്വപ്ന കേന്ദ്രങ്ങൾ ഒന്ന് ഒഴുക്കിവിടാൻ വേണ്ടി അച്ഛൻ സഹായിക്കും. പക്ഷേ അച്ഛനും പ്രതിഫലമായി നീ സ്നേഹം തരില്ലേ മോളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദ്യം അച്ഛൻ പറഞ്ഞ കഥ അവൻ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉള്ളതാണോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്തായാലും ഗുരുവിന് ദക്ഷിണ നീ വെക്കണം. അത് കഴിഞ്ഞ ശേഷം മാത്രമേ നീ ആയോധന കലകൾ അഭ്യസിക്കാൻ ഇറങ്ങാവൂന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തർക്കിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കുളമാക്കും. നിന്റെ എല്ലാ വാതിലുകളും അടയും. നീ അവനെ കാണുകയില്ല. എൻ്റെ സപ്പോർട്ടും ഉണ്ടാകില്ല. നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് അത് വിലക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, കാര്യം ഇങ്ങേരെ ഗുരുവായി സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. കാരണം എല്ലാം അറിയാവുന്ന ഒരാൾ കൂടെ ഉള്ളത് വലിയൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കില്ല. എൻ്റെ ഭർത്താവിനെയും സഹിച്ച് ഞാൻ മുന്നോട്ട് പോകേണ്ടി വരും. അതും ജീവിതം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി എത്ര കാലമാണ് ജീവിതത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ എങ്ങനെയാണ് പോവുക? അപ്പോൾ അമ്മായിച്ചിയെ തന്നെ ഒന്ന് വിശ്വസിക്കുന്നതാണ് ശരി എന്ന് വിചാരിച്ച് ഞാൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എങ്കിൽ മോള് വരൂ, നമുക്ക് ബാലപാഠങ്ങൾ തൊട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. എനിക്കത് അനുസരിക്കേണ്ടി വന്നു. പക്ഷേ അവിടെയും എനിക്കൊരു മെച്ചമുണ്ടായിരുന്നു. കിളവനല്ലേ, അതുകൊണ്ട് ഇളം പെണ്ണായ എന്നോട് ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഇഷ്ടമല്ലെന്നും ചില കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടമാണെന്നും പറഞ്ഞു. പാവം മനുഷ്യൻ എനിക്ക് വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങളുടെ നിരകൾ നോക്കി ലിസ്റ്റിട്ട് പ്രാവർത്തികമാക്കുന്ന ഒരു മനുഷ്യനായി മാറി. അങ്ങനെ 3-4 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, എൻ്റെ ഭർത്താവും അമ്മായിപ്പനും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് 2 വശത്തുനിന്നും നല്ല ദിഗ്വിജയങ്ങൾ നേടിയെടുക്കാം. അമ്മായിപ്പനാണ് താരം. പിന്നിനി അവനെ ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ സഹായം തേടുക. എന്നെ പ്രേമിച്ച് ഇങ്ങനെ വല്ല പൊസസീവ്നെസ് എടുക്കുകയാണെങ്കിൽ അങ്ങനൊരു സംഭവം നടക്കില്ല. ഇതിനിടയ്ക്ക് ഞാൻ അവൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് നാളെ തന്നെ അവനെ ജ്വല്ലറി പോയി കാണാമെന്ന് പറഞ്ഞു. അമ്മായിപ്പനും കൂടിയാണ് എൻ്റെ കൂടെ വന്നത്. പുള്ളി എനിക്ക് അരപ്പവൻ്റെ ഒരു കമ്മൽ വാങ്ങിത്തരികയും ചെയ്തു. അമ്മായിപ്പൻ അവനെ കണ്ടു. അവനതൊരു ഷോക്കായിരുന്നു. സംസാരിച്ചു, നമ്പർ വാങ്ങി. അമ്മായിപ്പനും എല്ലാത്തിനും കൂട്ടുനിന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മായിപ്പനും ഞാനും തമ്മിൽ ഇങ്ങനൊരു ബന്ധമാണെന്ന് ആദ്യം പറഞ്ഞില്ല. അദ്ദേഹം ഒരു വിശാല മനസ്കനാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനല്ല, അമ്മായിപ്പനാണ് അവനെ ഇട ദിവസങ്ങളിൽ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഞാൻ അവനെ സൽക്കരിച്ചു. അമ്മായിപ്പൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല പ്രേമമാണെന്ന് ഇവളിനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ്റെ ഭാര്യയൊക്കെയാണ്, എങ്കിലും ദിവ്യമായ പ്രേമത്തെ എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ ഫിലോസഫി അടിച്ചു. എന്നിട്ട് എന്നോട് കണ്ണ് കാണിച്ചിട്ട് പറഞ്ഞു, ഞാനേ മാർക്കറ്റ് വരെ പോയിട്ട് വരിക, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം കേട്ടോ മോനെ എന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾക്കുള്ള കളം അദ്ദേഹം ഒരുക്കി തന്നു. അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ വീണ് പൊട്ടിക്കരയാൻ എനിക്ക് തോന്നി. ഇത്രയും മികച്ചൊരു അമ്മായിപ്പനെ എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. കാത്തിരുന്ന നിമിഷം കൈവന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കനാലിൽ കൂടി നീരോടിയ കാലം നിനക്ക് ഓർമ്മയുണ്ടോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഓർമ്മയുണ്ടെന്ന്. എങ്കിൽ വരൂ, നീരോട്ടം നമുക്ക് തുടങ്ങാം, അത് തേരോട്ടമായി നീ മാറ്റണമെന്ന് പറഞ്ഞു. അവന് സന്തോഷമായിരുന്നു. പഴയതിനേക്കാൾ അവന് ആണത്തമുണ്ട്. അവൻ ഉഷാറാണ്. ഞാൻ പറയതിനേക്കാൾ കൂടുതൽ അവൻ്റെ പ്രവർത്തികളിൽ എന്നോടുള്ള ഇഷ്ടം തെളിഞ്ഞു കണ്ടു. എൻ്റെ ഭർത്താവ് ഒരു മണ്ണുണ്ണിയാണെന്നും നീയാണ് എൻ്റെ യഥാർത്ഥ ആണത്തത്തിൻ്റെ വ്യക്താവ് എന്ന് പറഞ്ഞ് അവനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. അല്ലെങ്കിലും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾ ഒത്തിരി മെച്ചപ്പെടും. അത് എൻ്റെ ജീവിതത്തിൽ പിന്നെയും എനിക്ക് കിട്ടിയ ലോട്ടറി ആയിരുന്നു മാഡം. ഇടയ്ക്കിടയ്ക്ക് അവൻ വരും. പിന്നീട് അമ്മായിമ്മ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും അമ്മായിമ്മയെ അച്ഛൻ എൻഗേജ്ഡ് ആക്കി പല കാര്യങ്ങൾക്ക് പ്രോത്സാഹനത്തിന് പറഞ്ഞു വിട്ടു. കാരണം അവൻ ആഴ്ചയിൽ ഒരിക്കൽ വരും. അമ്മായിപ്പൻ ഇവിടെ എപ്പോഴുമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പൂജാകർമ്മങ്ങൾ ഇവിടെ നടക്കണ്ടേ. അങ്ങനെ വളരെ മനോഹരമായി മുന്നോട്ട് പോയി. കുട്ടികളില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിപ്പൻ പറഞ്ഞു, ഇനിയിപ്പം നീ ഒന്നും നോക്കണ്ട, 3 പുരുഷന്മാരുണ്ടല്ലോ, നീ കണ്ണുമടച്ച് മുന്നോട്ട് പോകുമോളെന്ന് പറഞ്ഞു. അതോടുകൂടി സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. എനിക്ക് വല്ലാത്ത ത്രില്ലായിരുന്നു. ആരാണ് അതിൻ്റെ ഉടമസ്ഥനെന്ന് എനിക്കൊരിക്കലും അറിയാൻ പറ്റില്ല എന്ന്
എനിക്കറിയാമായിരുന്നു. അതൊക്കെ ഒരു ത്രില്ലല്ലേ മോളെന്ന് പറഞ്ഞിട്ടാണ് അമ്മായിച്ചൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷേ മാഡം, ഇപ്പോൾ എനിക്ക് 4ാമത്തെ മാസമാണ്. എനിക്കെന്തോ ഇപ്പോഴാണ് ആകെക്കൂടി മനസ്സിന് ഒരു മനസ്താപം തോന്നുന്നത്. ഞാനിപ്പോൾ ഇത്തിരി അപ്സെറ്റാണ്. ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടണ്ട എന്ന് തോന്നിയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിന് ഉത്തരവാദി ആരാന്ന് എനിക്കറിയില്ല. പ്രസവം കഴിയുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോയെന്ന് എനിക്ക് ഭയമാണ്. എന്തെങ്കിലും തിരിച്ചറിവുകൾ ആളുകൾക്ക് തോന്നുമോയെന്ന് എനിക്ക് ഇരിക്കപ്പുറത്തില്ലായിരുന്നു. ഞാനപ്പോൾ നെറ്റും യൂട്യൂബും ഒക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ചാനൽ കണ്ടത്. സമാനമായ ഒത്തിരി കഥകൾ ഞാൻ കേട്ടു മാഡം. അതിലൊക്കെ മാഡം പറയുന്നുണ്ട്, പറ്റിപ്പോയത് പറ്റി, ഇനിയിപ്പോൾ സ്വന്തം കുഞ്ഞ് ഭർത്താവിൻ്റെതാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക, തെറ്റുകൾ ആവർത്തിക്കരുതെന്ന്. അതുമാത്രമേ പോംവഴിയുള്ളെന്ന് എനിക്ക് മനസ്സിലായി മാഡം. ഇപ്പോൾ ഇത്തിരി സമാധാനമുണ്ട് മാഡം. അതുതന്നെയല്ലേ ശരി? ഭർത്താവിന് 3-4 മാസം കഴിയുമ്പോഴേക്കും ട്രാൻസ്ഫർ ആകും. അത് ഉദ്യോഗക്കയറ്റം കൂടിയാണ്. അപ്പോൾ കൊച്ചിയിലായിരിക്കും ഇനി. അവിടെ ഫ്ലാറ്റ് എടുത്ത് നമുക്ക് താമസിക്കാമെന്ന് ഭർത്താവ് ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോഴേക്കും ഫ്ലാറ്റിലേക്ക് പോയി എല്ലാ കാര്യങ്ങളും മറന്ന് ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനാണ് എൻ്റെ പ്ലാൻ. എനിക്ക് റിസ്ക് എടുത്ത് തലയിൽ വെക്കാൻ ഇനി വയ്യ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നു. എന്നാലും എനിക്ക് ആ സമയത്ത് എന്തോ വല്ലാത്തിളക്കമായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇനി ഞാൻ നിയന്ത്രിക്കാൻ തോന്നുന്നു. ഇപ്പോഴെനിക്ക് കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. അതിന് മാഡത്തിൻ്റെ വീഡിയോകളും എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഈ കത്തിൽ പറയുന്നത്. അപ്പം ഒരാളെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ കേട്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞല്ലോ. ഇതെങ്ങനെയാകുമെന്ന് അറിയില്ല. എങ്കിലും അവരുടെ തീരുമാനം എടുക്കാൻ നമ്മൾ സഹായിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം.